ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ അവരെക്കുറിച്ചൊരു പോസിറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോവുക. ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്റ്റ് റൂളിലൊക്കെ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ഒത്തുള്ളൊരു കുടുംബജീവിതത്തെക്കുറിച്ച് അവരിപ്പോൾ അവരുടെ മനസ്സിൽ ആ ചിന്തയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 സ്ഥലത്തായിരിക്കാം, ഒരാൾ നാട്ടിലും ഒരാൾ വിദേശത്തോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്തും നിങ്ങൾ നാട്ടിലുമായിരിക്കാം. എങ്ങനെ റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളെയും കൂടി അവർ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർ. അവർക്കൊക്കെ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ കാർഡുകളിൽ നിന്ന് തെളിയുന്നത്. നിങ്ങളെ അവർ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനുള്ള അവരുടെ മനസ്സിൽ അതാണിപ്പോൾ കിടക്കുന്നത്. നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്കൊന്ന് വിട്ട് നിൽക്കണം. അവർക്ക് നിങ്ങളുടെ ഒപ്പം എപ്പോഴും എല്ലാ കാലവും ജീവിക്കണം എന്നൊക്കെയുള്ള തോട്ടാണ്. നിങ്ങളുമൊത്തൊരു നല്ലൊരു കുടുംബജീവിതം. ഇപ്പം മാരീഡ് ആവാത്തവരാണെങ്കിൽ നല്ലൊരു മാരീഡ് ലൈഫിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു കുടുംബജീവിതം, മക്കൾ, പിള്ളേർ, അങ്ങനെയുള്ള കുട്ടികളൊത്ത് പിള്ളേരൊത്തുള്ള ഒരു ലൈഫിനെ കുറിച്ചാണ് അവരിപ്പോൾ അവരുടെ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഒരുപാട് നിങ്ങളിൽ നിന്നിപ്പോൾ അവർ വിട്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ ആയിട്ടുണ്ടാവാം. അതൊക്കെ ആയിട്ടാണ് അവർ വിട്ടു നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളോട് സ്നേഹം കുറഞ്ഞത് കൊണ്ടോ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും. നിങ്ങളെയാണ് അവർ എങ്ങനെയെങ്കിലും ഇപ്പം വിട്ടു നിൽക്കുന്നവരാണ് എങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെല്ലണമെന്നൊരു പുതിയൊരു ലൈഫ് തുടങ്ങണമെന്നൊക്കെയാണ് അവരുടെ ചിന്ത. നിങ്ങൾ നെഗറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളെ എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കഴിഞ്ഞ കാലത്തെയൊക്കെ വിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം നിങ്ങളെ അവർ കാത്തിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ആ നല്ല കഴിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ നല്ലൊരു ഇതിലേക്കാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അല്ലാതെ നിങ്ങളെക്കുറിച്ച് അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മകളാൽ അവർക്കിപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് തീരെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് നേരത്തെ എന്തെങ്കിലും അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയതോ അതവരുടെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അവരങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്. അതിനാൽ അവർ പശ്ചാത്താപിക്കുന്നുണ്ട്. അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഓർമ്മകളാൽ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ച് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്യും. ഒരു പുതിയ നല്ലൊരു ആരംഭം, നല്ലൊരു ആഘോഷത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാരീഡ് അല്ലാത്തവർ മാരീഡ് ആകാൻ നല്ല ഒരു ചാൻസ് ഉണ്ട് ഇവിടെ.